ഹലോ ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS ആണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, 2025-26 ബുക്കൊക്കെ മാറിയതാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് സ്കൂൾ, ഡിവിഷൻ, അതൊക്കെ എഴുതണേ. പിന്നെ ഇൻസ്ട്രക്ഷൻ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. 5 ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അതിൽ സബ് ഡിവിഷനും ഉണ്ട്, അതും ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ്, ഇതിന് എന്താണ് ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ട്, അതിനനുസരിച്ച് ചെയ്യാം. ആക്ടിവിറ്റി 1 നമുക്ക് നോക്കാം അല്ലേ. ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ഇവിടെ എന്താണ്, ബിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് മാഗസിൻസ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ എന്താണ്, ബിനും ഫ്രണ്ട്സും പ്രിപ്പയർ ചെയ്യണം മാഗസീനിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു മാഗസീൻ എന്താണ് ബിനും ഫ്രണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്. അവരുടെ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തിട്ട് എന്താക്കുക, ആ പിക്ചർ ബബിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിക്ചറിൻ്റെ ആ ഇത് കളറ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ്, റെഡ് കളർ സെറോഫൈറ്റിന് റെഡ് കളറും ബ്ലൂ കളർ അക്വാട്ടിക് പ്ലാന്റ്സിനും. അപ്പം അക്വാട്ടിക് പ്ലാന്റ്സ് പറഞ്ഞാൽ എന്താണ്, ജലജീവികളാണെന്ത്, ജലത്തിലുണ്ടാകുന്നതാണെന്ത് ഈ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജലത്തിലുണ്ടാകുന്ന പ്ലാന്റ്സിനെയാണ് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കൂ, അക്വാട്ടിക് പ്ലാന്റ്സ് ബ്ലൂ, മറ്റേതിന് റെഡും അല്ലേ. അപ്പോൾ ഇതെന്താണ്, അക്വാട്ടിക് പ്ലാന്റ്സ് ആണോ? അല്ല അല്ലേ, ഇതൊക്കെ എന്താ മരുഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലേ. അപ്പോൾ ഇതിന് റെഡ് കളർ കൊടുക്കുക കേട്ടോ. ഇവിടെ ഇത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് അല്ലേ, വെള്ളത്തിലുണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് ബ്ലൂ കൊടുക്കുക. ഇത് എന്താണ്, ഇത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലേ, റെഡ് കൊടുക്കുക. പിന്നെ ഇത് വെള്ളത്തിലുണ്ടാകുന്ന ബ്ലൂ കൊടുക്കുക. ഇത് മരുഭൂമിയിലെ റെഡ് കൊടുക്കുക. ഇത് ബ്ലൂ കൊടുക്കുക, വെള്ളത്തിലുണ്ടാവുന്നതാണ് അല്ലേ. ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. എന്താണ്, ഈ ഫിഷസിന് ഒരു ബോഡി ഷേപ്പ് ഉണ്ട് അല്ലേ, വെള്ളത്തിലൂടെ മൂവ് ചെയ്യാനുള്ളൊരു ബോഡി ഷേപ്പാണ് ആ ഫിഷസിനുള്ളത് അല്ലേ. ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. അപ്പോൾ എന്താണ്, താഴെ തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിലെന്താണ്, ഈ മീനിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, വെള്ളത്തിലൂടെയുള്ള മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസ് ഏതാണ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്, ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ ഫിൻ, മീനിൻ്റെ ശരീരഘടനയും പിന്നെ അതിൻ്റെ വാലിൻ്റെ ഇതും വാലും, പിന്നെ ഗിൽ കളർ, അതിൻ്റെ ചകിളപ്പൂക്കളും കളറും, അത് കറക്റ്റ് ഓപ്ഷനാണോ? വെള്ളത്തിലൂടെ മൂവ്മെൻറ്റ് ചെയ്യാൻ കളറും ഇതും വേണോ? കളറിൻ്റെ വേണോ? വേണ്ടല്ലോ. സീ വാട്ടർ, റിവർ വാട്ടർ, ഈ സീ വാട്ടറിൽ റിവർ വാട്ടറിൽ മാത്രമേ ഉള്ളൂ, ശരിയാണോ? തെറ്റാണ് അല്ലേ, അത് വേണ്ട, കറക്റ്റ് ഓപ്ഷൻ അല്ല അല്ലേ അത് ഏത് വെള്ളത്തിലും പോവും. സ്ലിപ്പറി ബോഡി, ഫിൻസ്, പിന്നെ ഏതാണ്, അതിൻ്റെ സ്ലിപ്പറി ബോഡിയും ഫിൻസ്, ഇത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ്, 1 മാത്രമാണ് ശരി, അല്ലെങ്കിൽ 1ഉം 4ഉം മാത്രമാണ് ശരി, അല്ലെങ്കിൽ 2ഉം 3ആണ് ശരി, അല്ലെങ്കിൽ 4 മാത്രമാണ്. ഇതിൽ ഏതാണ് ശരിയുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എഴുതുക. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഉണ്ട്, പോണ്ട് ഉണ്ട്, സീ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഇതിൽ ഓഡ് വൺ ഏതാണ്? നമുക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലേ, അതുപോലെ സീയും വലിയതാണ്, ഡെസേർട്ടും വലുതാണ് അല്ലേ. പോണ്ട് എന്താ, ഒരു കുഞ്ഞതല്ലേ. അപ്പോൾ അതിന് ഒരു ഓഡ് വൺ ആയി കിടക്കുന്ന ഏതാണ്? പോണ്ടാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 1B ആണ് കേട്ടോ. ഒന്നിൽ ആക്ടിവിറ്റി 1 ഇത് ചെയ്യാം, 1 മുതൽ ഇത് മൊത്തമായിട്ട് ഇവിടം വരെ ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 1B ഇത് ചെയ്യാം. ഓക്കെ, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ. എന്താണ്, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. നോട്ട് ഔട്ട് ദ ഫീച്ചർ ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് ഇനേബിൾ ടു ലീവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ അവരുടെ ആ സ്പെസിഫിക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന ഈ ആനിമൽസിൻ്റെ ബോഡി ഫീച്ചേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ആ ഫീച്ചേഴ്സ് അവരുടെ ആനിമൽസിൻ്റെ ആ ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒട്ടകത്തിൻ്റെ അതുപോലെ ഫിഷിൻ്റെ എഴുതാൻ. ഒബ്സർവ് ദ സിറ്റുവേഷൻ ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ഇറ്റ്. ലിസ്റ്റ് ഔട്ട് ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ഡിമോളിഷൻ ഓഫ് ഹിൽസ് ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്. അപ്പോൾ എന്താണ്, ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇവിടെ എന്താണ്, കുന്നിടിക്കലും അതുപോലെ എന്താ പാഡി ഫീൽഡ് മണ്ണിട്ട് നിരത്തുന്നൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഡിമോളിഷൻ എന്താണ്, ഹാംഫുൾ എഫക്റ്റ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 2ൻ്റെയും എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഇത് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്, ഈ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള സൂട്ടബിൾ ആയിട്ടുള്ള സ്ലോഗൻ ഇതിൽ ഏതാണെന്ന് ചോദിച്ചത്. സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്, അത് ശരിയാണെങ്കിൽ അത് എഴുതുക.
പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ജീവൻ നിലനിർത്തുക എന്നുള്ളത്. അത് ശരിയാണെങ്കിൽ അത് എഴുതാം. ആൻഡ് എക്കോസിസ്റ്റം ഇസ് എ കോമ്പിനേഷൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. എക്കോസിസ്റ്റം എന്താണ്? ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും കോമ്പണൻസ് ആണെന്ന് കോമ്പിനേഷൻ ആണെന്നുള്ളത് ശരിയാണെങ്കിൽ അത് എഴുതുക. ദർ ആർ നേച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം. നാച്ചുറൽ ആയിട്ടുള്ള മാൻ മെയ്ഡ് എക്കോസിസ്റ്റം ഉണ്ട്. ചോദ്യം എന്താണെന്ന് നോക്കിയാൽ ഈ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റത്തുമായിട്ട്, അതായത് എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുകയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ലോഗനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതൊക്കെ എക്കോസിസ്റ്റത്തിൻ്റെ സ്ലോഗനാണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, എക്കോസിസ്റ്റത്തിനെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സ്ലോഗനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതാ? പ്രൊട്ടക്ട് എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത് അല്ലേ? അത് ശരിയാണ് അല്ലേ? പിന്നെ മറ്റൊക്കെ വേണോ? വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താ, ശരിയാണോ? ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. എന്താണ് എർത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ ഫോർ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷന് കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ഒന്ന് അല്ലേ, അമിത കീടനാശിനികൾ അല്ലേ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതുക. കാരണങ്ങൾ, സോയിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഇവിടെ എഴുതുക. ഇനി ഓർഗാനിസം എഫക്റ്റഡ് ബൈ ദ സോയിൽ പൊല്യൂഷൻ. പിന്നെ സോയിൽ പൊല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്ന ആ ജീവികൾ ഏതൊക്കെയാണ്? എർത്ത് വോം, മണ്ണിര അല്ലേ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതുക. പിന്നെ കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൻ്റെ സോയിൽ പൊല്യൂഷൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് അല്ലേ, എന്താണ് റിസൾട്ട് അല്ലേ, എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതേണ്ടത്. എക്സ്റ്റിൻഷൻ ഓഫ് വേരിയസ് ഓർഗാനിസം അല്ലേ, പല ഓർഗാനിസം എന്താണ് മൊത്തത്തോടെ ഇല്ലാതായിക്കൊണ്ട് അല്ലേ. Then next, examine the following pictures and write what type of pollution is indicated. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? Examine the following pictures, write what type of pollution is indicated. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏത് ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ് അവിടെ പറഞ്ഞതെന്നാണ് എഴുതേണ്ടത്. ഇത് ഏത് പൊല്യൂഷനാണ്? ഈ പുക അല്ലേ, പുകയിലേക്കാണ് പോകുന്ന എയറിലേക്ക് അല്ലേ, ഇത് എയർ പൊല്യൂഷനാണ് അല്ലേ. ഇത് നോക്കൂ, വെള്ളത്തിലേക്ക് ഇത് പോരുകയാണല്ലേ മലിനീകരണം. അപ്പം എന്താണ്? വാട്ടർ പൊല്യൂഷൻ അല്ലേ. ഓക്കെ. Then activity 3, independent India. Foreigners first came to India to buy species like cardamom and pepper and textile like silk and cotton. Gradually they started industries after receiving privileges from the local rulers. Various regions of India were ruled by local rulers. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചതാണല്ലേ. ഫോറിനേഴ്സ് നമ്മളെ ഇന്ത്യയിലേക്ക് വന്നത് എന്താണ്? കച്ചവടത്തിനായിരുന്നു. പിന്നെന്താണ്? വേരിയസ് റീജിയൻസിൽ ഇന്ത്യ എന്താണ് ആയിട്ട് ഇന്ത്യയിലുള്ള കുറേ ലോക്കൽ റൂളേഴ്സൊക്കെ ഉണ്ട് അല്ലേ. അവരെന്താ? ദേ ഫോർട്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇറ്റ് മെയ്ഡ് മാറ്റേഴ്സ് ഈസിയർ ഫോർ ബ്രിട്ടീഷ്. അവർ തമ്മിൽ എപ്പോഴും എന്താണ്? കലഹങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ എന്താക്കി? ബ്രിട്ടീഷുകാരെ എളുപ്പത്തിൽ ഇന്ത്യ പിടിച്ചെടുത്തു അല്ലേ. ഗ്രാജുവലി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ്സ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫോറിനേഴ്സ്. ക്രമേണ അഗ്രികൾച്ചറലും കിങ്ങുകളും ഒക്കെ എന്താക്കി? ഈ ഫോറിനേഴ്സിൻ്റെ കീഴിലായി അല്ലേ. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് കാനോൺസ് ആൻഡ് ഗൺസ് ആൻഡ് വാർഫെയർ ടാക്ടിക്സ് ദേ സബ്ഡ്യൂ ദ ടേറ്റീസ് ആൻഡ് ദ ലോക്കൽ റൂളേഴ്സ്. ആ ഗണ്ണും ഇതൊക്കെ വെച്ചിട്ട് എന്താണ്? ആ റൂളേഴ്സിനൊക്കെ ഈ ബ്രിട്ടീഷുകാരവരുടെ കീഴിലാക്കി അല്ലേ. ഓവർ ടൈം the British gained control over all part of India. For the next 200 years India has under their control. അങ്ങനെ 200 വർഷത്തോളം എന്താണ്? ഇന്ത്യ അവരുടെ കൺട്രോളിലായി അല്ലേ. അപ്പോൾ ചോദ്യം എന്താണ്? റീഡ് ദ നോട്ട് എബോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? അപ്പോൾ ഫോറിനേഴ്സ് ഇന്ത്യയിൽ എത്തിയല്ലോ. അവരുടെ മെയിൻ എയിം എന്തായിരുന്നു? മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? വരുന്നപ്പോൾ ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ. സാധനങ്ങൾ വാങ്ങാനായിരുന്നു അവർ വന്നിരുന്നു അല്ലേ. വെൻ ദ ഇവിടത്തേക്കും അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എന്താ അറിയോ? ഈ ബ്രിട്ടീഷേഴ്സ് എന്താണ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് രാജാക്കന്മാർ തമ്മിൽ പ്രശ്നത്തിലായിരുന്നു എന്നാണ് ചോദിച്ചത് അല്ലേ. അത് ശരിയാണോ തെറ്റാണോ എന്നല്ലേ. അപ്പോൾ രാജാക്കന്മാർ തമ്മിൽ പ്രശ്നത്തിലായിരുന്നു അല്ലേ. അപ്പം അത് ശരിയാണ്, റൈറ്റ് എന്ന് ഇത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ വേഗം അവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്? അവരുടെ കയ്യിൽ എന്താണ്? വെപ്പൺസും ഉണ്ട്. കൂടാതെ എന്താണ്? ബ്രിട്ടീഷുകാർ അല്ല രാജാക്കന്മാർ തമ്മിൽ എന്താണ്? ലോക്കൽ റൂളേഴ്സ് തമ്മിൽ എന്താണ്? നല്ല അടിപിടിയായിരുന്നു അല്ലേ. സോ ബ്രിട്ടീഷുകാർക്ക് എന്താക്കി? വേഗം അവരുടെ കൺട്രോളിലേക്ക് ഇന്ത്യനെ കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലേ. ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? എത്ര കാലം ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്? 200 years എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 centuries അല്ലേ. ദെൻ നെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾ.
A salt satyagraha and the Quit India movement are the greatest struggles in the history of India's freedom struggle. Prepare note on these two freedom struggle. എന്താണ് സാൾട്ട് സത്യാഗ്രഹയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനൊക്കെ എന്താണ് കുറിച്ച് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് നോട്ട് ചെയ്തുക. സാൾട്ട് സത്യാഗ്രഹനെ കുറിച്ച് ഇവിടെ എഴുതുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ച് എഴുതുക കേട്ടോ. വിച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് ഈസ് നോൺ ആസ് എ ഫ്രോണ്ടിയർ ഗാന്ധി? ഏത് ഫ്രീഡം ഫൈറ്ററാണ് ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെട്ടത്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചാൽ പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 5 കേട്ടോ, ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ. വിച്ച് ആർ ദ 2 states that share border of 5 states? 2 സ്റ്റേറ്റ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതാണ്? 5 സ്റ്റേറ്റ് ബോർഡർ പങ്കിടുന്ന 2 സ്റ്റേറ്റ്. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് ഇതാ രാജസ്ഥാൻ ഉണ്ട് അല്ലേ? മറ്റേതോ ഉത്തർപ്രദേശ് ഉണ്ട്. നോക്കിയാൽ 1 2 3 4 5 അല്ലേ? അപ്പോൾ ഉത്തർപ്രദേശും ഉണ്ട് അല്ലേ? രാജസ്ഥാനും ഉത്തർപ്രദേശും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യ ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ വെസ്റ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ വെസ്റ്റിൽ കാണപ്പെടുന്ന ഏതാണ്? വെസ്റ്റിൽ കാണപ്പെടുന്നത്? ഇതാ ഇത് അല്ലേ? അറബിക് സീ അല്ലേ? പിന്നെന്താണ്? അറബിക്കടൽ അല്ലേ? ദെൻ നെക്സ്റ്റ് എന്താണ്? Find out another state other than West Bengal and Andhra Pradesh the share border with Bay of Bengal. Bay of Bengal ആയിട്ട് ഷെയർ പങ്കിടുന്ന എന്താണ് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഏതാണ്? വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും അല്ലേ? അപ്പം വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും അല്ലാതെ വേറെ ഏത് സ്റ്റേറ്റ് ആണ് ബേ ഓഫ് ബംഗാൾ പങ്കിടുന്നത്? ഏതാണ്? വെസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശ് അല്ലാതെ ഒഡീഷ ഉണ്ട് അല്ലേ? ഒഡീഷയും ഉണ്ട്, പിന്നെ തമിഴ്നാടും ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പം 2 എഴുതാം നമുക്ക്. 2 എഴുതിയാലും ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ. വിച്ച് ആർ ദ സ്റ്റേറ്റ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള? ഏതൊക്കെ സ്റ്റേറ്റുകളാണ് കേരളത്തിൻ്റെ ബോർഡർ പങ്കിടുന്നത്? ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കേരളത്തിന് തമിഴ്നാടും കർണാടകയും അല്ലേ? നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫ്ലൈയിങ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. റീന ഗീവ്സ് information based on her observation of various species of birds regularly seen around her house. Examine each and match the information to appreciate bird. റീന എന്താണ്? അവള് ഈ ബേർഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ഫ്ലൈസ് ഹൈ, ഹാസ് പോയിന്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, ചേസസ് ആൻഡ് ക്യാച്ചസ് ദ പ്രേ. ചേസ് ചെയ്ത് ക്യാച്ച് ചെയ്യുന്ന പ്രേ ഏതാണ്? നമുക്കറിയാം അല്ലേ? എന്താണ്? ഈഗിളാണ് അല്ലേ? അപ്പോൾ ഈഗിളാണ് നമുക്ക് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈഗിൾ എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്പ്സ്, ക്ലീൻസ് ദ സറൗണ്ടിങ്. ഏതാണ്? കളർ ബ്ലാക്ക് ആണ്. സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് എന്താണ്? ക്രോ ആണ് അല്ലേ? അപ്പോൾ ക്രോൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്യുക. ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്. പോൺസ് റിവേഴ്സിനൊക്കെ മീൻ പിടിക്കുന്ന ഇത് ഏതാണ്? ഏതാ? കിങ് ഫിഷർ അല്ലേ? കിങ് ഫിഷർ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്. ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, സ്ട്രോങ് പോയിന്റഡ് ക്ലോസ്. ഏതാണ്? വുഡ് പെക്കർ ആണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ്. വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ? വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ? ഏത് ബേർഡാണ് ഈ വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് മീൻ പിടിക്കുന്നത്? തേടുന്നത് ഏതാണ്? ഇതിലേതാണ്? ക്രെയിൻ അല്ലേ? ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്ക്. ഓക്കെ. സി ആണ് കേട്ടോ. ക്രെയിൻ ഇത് കേട്ടോ. ദെൻ ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും സെയിം ബോഡി സ്ട്രക്ചർ ആണ് ഉള്ളത് ആണോ? അല്ലല്ലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി സ്ട്രക്ചറുകൾ. അപ്പോൾ അത് തെറ്റാണല്ലേ? അപ്പോൾ ഇവിടെ എഴുതുക ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ എഴുതുക കേട്ടോ. ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ്സ് സ്പ്രേയിങ് മെക്കാനിസം. അത് ശരിയാണ് അല്ലേ? അത് എഴുതണ്ട. സം ബേർഡ്സ് ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. അതും ശരിയാണ് അല്ലേ? ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെദർ. എന്താണ്? വാട്ടറി പ്ലേസസ് ഉള്ള ബേർഡ്സിന് എന്താണ്? ഓയിലി ഫെദേഴ്സ് ആണ് ഉള്ളത്. ശരിയാണ് അല്ലേ? അപ്പം ഓൾ ബേർഡ്സ് ഹാവ് സെയിം ബോഡി സ്ട്രക്ചർ എന്ന് അവിടെ എഴുതേണ്ടത് കേട്ടോ. അതാണ് തെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ. താങ്ക് യു.